വർഷങ്ങളങ്ങനെ കടന്നുപോയി. ജിമിൻ യുവഞ്ചിയെ കെട്ടി. അവസാനം തല്ലും വഴക്കൊക്കെ ആയിട്ട് അവർ കെട്ടി. പിന്നെ അർജുൻ പണ്ടേ ഒരു തല്ലുള്ളി ആയതുകൊണ്ട് ആളെങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സോ വിവരങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. പിന്നെ യദു ഇപ്പം എന്താന്ന് വെച്ചാൽ താങ്ക് യു ഓൾ. ആൻഡ് ഇന്ന് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത് ഒരു മലയാളം സോങ്ങാണ്. ഒറ്റൊരു പ്രാവശ്യം മാത്രമേ ഞാനിത് വായിച്ചിട്ടുള്ളൂ. ബിക്കോസ് സംതിങ് സ്പെഷ്യൽ ഫോർ മീ. ആൻഡ് എൻ്റെ കോളേജ്, ഹോസ്റ്റൽ, റൂം 26 ഇതെല്ലാം ഓർമ്മിപ്പിക്കുന്ന ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു സോങ്. സോ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി, ചില ഓർമ്മകൾക്ക് വേണ്ടി അതോടെ പ്ലേ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സോ ഇത് താങ്കളുടെ ഗേൾ ഫ്രണ്ടിന് വേണ്ടിയല്ലേ? പിന്നെ നമ്മുടെ ആൾ റയാൻ വലിയ ഫിലോസഫിയൊക്കെ പഠിച്ചിട്ട് തത്വങ്ങൾ കൊണ്ട് എവിടെ എത്തിയില്ല. സോ ആൾക്കൊരു കമ്പനിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം അതിന് പോകാൻ വേണ്ടി ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റിങ്ങിലാണ്. ഹലോ, ആടെ ജിമിനെ. അപ്പം എങ്ങനെ മോനെ, പോരല്ലേ? പിന്നല്ല, നാളെ തന്നെ അങ്ങ് കേട്ടേരെ. എന്താണെന്ന് വെച്ചാൽ ആൾക്ക് ഡൽഹിയിലാണ് കിട്ടിയത്. ജിമിനിപ്പോൾ അവിടെയാണ്, അവൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ അപ്പോയിൻമെൻറ്റിന് പോകാൻ വേണ്ടിയിരിക്കുക. മോനെ, ഇത് എത്ര നാളായിട്ടാണ് നീ ആകെ ആൾ മാറിയല്ലോ മോനെ. അവളായിരിക്കും അല്ലേ ഈ മാറ്റത്തിനാണ്. പോടാ, നീ കയറി വാ. നീ ഇവിടെ ഒറ്റയ്ക്കാ? അല്ല, യൂഞ്ചി ഉണ്ടായിരുന്നു, അവർ നാട്ടിലേക്ക് പോയി. ഇപ്പോൾ യദു ഉണ്ട്. ഓ, അവനിവിടെ ഉണ്ടോ? അവനിവിടെ ഉണ്ട്. എന്നിട്ട് ആളെന്തേ? അവൻ വൈകിയ വരാറ്. ഓ, ആളിപ്പോൾ ഭയങ്കര ഫേമസ് ഒക്കെ, തിരക്കൊക്കെ പിടിച്ച ആളായല്ലേ.
പിന്നല്ല. കുറേ നാളായോ ഇവിടെ? ഇല്ല, ഒരു ഏകദേശം ഒരു 2 years. എന്നാൽ നീ പോയി ഫ്രഷ് ആയിട്ട് വാ. ദേ ആ മേളത്തെ റൂമിലുണ്ടോ? ആടാ. നാളെ അല്ലേ ഇൻ്റർവ്യൂ? ആ അതെ അതെ. നീ എന്നാൽ ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ഫുഡ് എടുത്ത് വയ്ക്കാം. ശരിടാ. ഫുഡ് ഇടയൊക്കെ കഴിഞ്ഞ് അവരെന്തൊക്കെയോ പറഞ്ഞ് സമയം അങ്ങനെ കുറേ നീണ്ടുപോയി. യദു അവൻ വന്നില്ലേ? അവൻ ഇടയ്ക്കൊക്കെ വൈകാറുണ്ട്. ആ, യൂജി ചേച്ചിയും കൊച്ചെന്ത് പറയുന്നു? ഓ സുഖം. ട്വിൻസ് അല്ലേ അവർ? ആ അതെ, അഭിത്തും അഭിതയും അല്ലേ? ആ, ആരെ ഈ പേര് കണ്ടുപിടിച്ചേ? യൂജിയാണ്. അവക്കായിരുന്നു വലിയ. ഓ വെറൈറ്റി ആയി. പക്ഷേ പിന്നല്ല. ആ ദേ അവൻ വന്നു എന്ന് തോന്നുന്നു. ജിമിനെ, ജിമിനെ. ഓ ഇന്നും ഉണ്ട്. ആ ഇന്നും ഉണ്ട്. നിനക്കെന്നാ? എന്നെ തല്ലണോ? തല്ലിക്കോ, ആർക്ക് വേണമെങ്കിലും എന്നെ തല്ലാം, നോ പ്രോബ്ലം. നിന്നെയൊക്കെ തല്ലി നീ നന്നാവോ? അപ്പം അറിയാലേ, പിന്നെന്താ? തല്ലടാ, തല്ലേ. തല്ലണമെങ്കിൽ എനിക്ക് പണ്ടേ തല്ലായിരുന്നു, പിന്നെ വേണ്ടാന്ന് വെച്ചിട്ടാ. അങ്ങനെ നീ മാത്രമായിട്ട് അത് മാറ്റി വയ്ക്കണ്ട. നീ എന്നെ തല്ലിക്കും, വേണമെങ്കിൽ പിടിച്ച് പുറത്താക്കിക്കോ, അല്ല എന്നെ അങ്ങ് കൊന്നേക്കേ. ആർക്കും വേണ്ടാണ്ട് ഞാനെന്തിനാ വെറുതെ? ഡാ മുന്നാര മോനെ, മിണ്ടാതിരുന്നു, അതാ നിനക്ക് നല്ലത്. ഫ്ലാറ്റായി. ഡേറയാനെ, ഞാൻ ഇവനൊന്ന് റൂമിലാക്കിയിട്ട് വരാം. ആ ആടാ. ജിമിന, ഇതെന്താ ഇതെന്താ ഇങ്ങനെ? എന്താ പറ്റിയേ? അവനെന്ത് പെട്ടെന്ന് ഈ പാർട്ടി ഉണ്ടായിരുന്നു? പാർട്ടി ഉണ്ടെങ്കിൽ നിന്നല്ല, എന്നും ഇപ്പം ഇങ്ങനെ വലിയ ആളായപ്പോഴത്തേക്കും പിന്നെ അവനായി അവൻ്റെ ഇഷ്ടങ്ങളായി. യൂഞ്ചി ഉണ്ടായിരുന്നപ്പോൾ അവൾ കുറേ ഉപദേശിക്കുക. അതിൻ്റെ വിഷമം കണ്ടിട്ടായപ്പോഴാണ് ഞാൻ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞത്. പിന്നെ ഇങ്ങനെയാ, ഫുൾ ടൈം കൂടി പെണ്ണുപിടി എല്ലാം ഉണ്ട്, നശിച്ച് നടക്കുക. ബട്ട് എന്താ എന്താ കാര്യം പെട്ടെന്ന്? ആർക്കറിയാം? അവന് പറയാൻ അവൻ്റെ കുറേ മുടന്ന ന്യായങ്ങളുണ്ട്. എന്ത് ചോദിച്ചാലും അതെൻ്റെ കാര്യം, എൻ്റെ കാര്യങ്ങൾ, അത്രേ ഉള്ളൂ. ചോദിക്കാൻ ചെന്നത് നമ്മളാരാ? ഒക്കെ ഞാൻ കണ്ടില്ലെന്ന് വയ്ക്കാം. എനിക്കറിയില്ല അവനെന്താ പെട്ടെന്ന് ഇങ്ങനെ മാറിയെന്ന്. കുറച്ച് നാളൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ അവൻ സെറ്റായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പിന്നീട് അങ്ങോട്ട് വളരാൻ തുടങ്ങിയതും അവനും മാറാൻ തുടങ്ങി. നീ പോയി കിടന്നോടാ, ഇതിവിടെ പതിവാ. നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? വേറെ ഫ്ലാറ്റ് വല്ലതും നോക്കണം? ഏയ് എനിക്ക് സീനില്ല. ശരി, ഞാനെന്നാൽ ചെല്ലട്ടെ. ആടാ. പോകുന്ന വഴിക്ക് അവൻ യദുവിൻ്റെ റൂമിലേക്കൊന്ന് ചെന്നു. അവനെ കുറച്ചു നേരം അങ്ങനെ നോക്കിയിരുന്നു. ഒരു ദീർഘശ്വാസത്തോടെ അവനോട് തിരിച്ചുപോയി. ഹലോ, ആടി പറ, എന്നാ പറ്റി? സൗണ്ടൊക്കെ വല്ലാണ്ട്. ഏയ് ഒന്നില്ല. നീ ഓക്കെ അല്ലേ? ആടി. അവിടെയൊക്കെ സെറ്റായോ? ആ, അവർ രണ്ടുപേരും എന്ത് പറയണു? അവനെല്ലാം പറയുന്നു. രാജിമിനെ കോഫി. പെട്ടെന്നാണ് അവനെ ശ്രദ്ധിച്ചത്. ഇതെൻ്റെ പ്രശ്നമാണ്. ഇതാൻ തന്നെയാണല്ലോ. നീ എന്താ ഇവിടെ? അല്ല, നീ എപ്പോഴാണ് വന്നേ? ഞാൻ ഇന്നലെ വന്നു. ഇതാ കോഫി. റേനെ, നീ ചെല്ലാൻ നോക്ക്, ടൈം വന്നു. ആ, ഞാൻ റെഡി ആവട്ടെ. ഓ, തമ്പുരാൻ എഴുന്നള്ളിയോ? ഇന്നലെ എന്തായിരുന്നു? ഇന്നലെയോ? എന്ത്? എൻ്റെ വായിന്ന് രാവിലെ തന്നെ കേൾപ്പിക്കല്ലേ. അത് വീട് എൻ്റെ ജിമിനാ. അവനെന്താ ഇവിടെ? അവനൊരു ജോലിയുടെ ആവശ്യത്തിന് ഇനി അങ്ങോട്ട് ഇവിടെ വാങ്ങും. ദിവസങ്ങളങ്ങനെ കടന്നുപോകും. ഏതൊന്നും കുടിച്ചിട്ട് വരും. പക്ഷേ റയാനായിട്ട് അവൻ അധികം സംസാരിക്കാറില്ല. രാവിലെ കാണുമ്പോഴുള്ള ഈ മീറ്റിംഗ് മാത്രം, വേറൊന്നും ഉണ്ടായിരുന്നില്ല. അത് റയാനെ നന്നായി വിഷമിപ്പിക്കുന്നുണ്ടായിരുന്നു. പണ്ടത്തെ ഇതൊന്നും മറന്നില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവനെ സീരിയസ് ആക്കാൻ തുടങ്ങിയില്ല. ബിക്കോസ് അവൻ്റെ ക്യാരക്ടറും അങ്ങനെ ആയിരുന്നു, അധികാരമൊന്നും മിണ്ടാത്ത. പിന്നെ ഇങ്ങനെയൊക്കെ ആയതിനു ശേഷം റയാൻ അവനും ആയിട്ട് അങ്ങോട്ട് ചോദിക്കാനൊന്നും ചെന്നില്ല.
ഡാ റയാനെ, ഞാനൊന്ന് നാട്ടിലേക്ക് പോവാം. കുറേ നാളായില്ലേ, അവളെയും കൊച്ചിനെയും ഒന്ന് കാണണം. ആ ഓക്കെ, നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല ജിമിന്, നീ ചെല്ലാൻ നോക്ക്. കാലത്തെ വണ്ടിക്ക് ഞാൻ പോകട്ടോ. ആ ഓക്കെ. യുഞ്ചിയോട് ഞാൻ ചോദിച്ചോന്ന് പറഞ്ഞേ. ആടാ. ജിമിനെ കോഫി. ആ നീയോ? ജിമിൻ എവിടെ? ജിമിൻ നാട്ടിലേക്ക് പോയി. നീ ഓഫീസിൽ പോണില്ലേ? ഞാൻ ഇറങ്ങാൻ നിൽക്കുക. ശരി ഇപ്പോൾ. ഏതു നീ എന്താ ഇപ്പോൾ ഡെയിലി ഇങ്ങനെ കുടിക്കുന്നത്? ഒന്നുമില്ല. കാര്യം പറ. വെറുതെ ഇങ്ങനെ നശിക്കുന്ന എന്തിനാ? നിൻ്റെ ലൈഫിന് തന്നെയല്ലേ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. അതെൻ്റെ പേഴ്സണൽ കാര്യം. അതിലാരും ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. സോ പ്ലീസ് വേണ്ട. അത് പിന്നെ ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. അതിന് പെട്ടെന്നെന്തോ അവൻ്റെ കാര്യം നിന്ന് അങ്ങനെ കേട്ടപ്പോൾ നല്ല വിഷമമായി. അപ്പോൾ ഞാൻ അവൻ അന്യനായി തുടങ്ങിയല്ലേ. എൻ്റെ തെറ്റ. ഇങ്ങോട്ട് വരണ്ടായിരുന്നു. പരമാവധി വേറെ വല്ല ഫ്ലാറ്റ് നോക്കുന്നതായിരിക്കും എനിക്ക് നല്ലത്. എനിക്ക് വയ്യ അവനിങ്ങനെ ഫേസ് ചെയ്യാൻ. അതേപോലെ ഇത് ഇന്നും കുടിച്ചിട്ട് വന്നു. റയാനും അവനെ ഒന്ന് പിടിച്ചു. നീ എന്തിനാ എന്നെ പിടിക്കുന്നത്? എന്നാരും പിടിക്കൊന്നും വേണ്ട. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഒരുത്തൻ്റെ അതുവരെ എനിക്ക് വേണ്ട. വന്നേ, ഞാൻ റൂമിലേക്കാക്കാം. നിന്നോടല്ലേ തൊടണ്ടെന്ന് പറഞ്ഞേ. നിനക്ക് എന്നെ തൊടാൻ ഒരവകാശമില്ല. നീ എല്ലാത്തിനും റയാൻ അവനെ റൂമിലേക്കാക്കി. എന്നോടെന്താ ഇത്ര വെറുപ്പ്? അന്ന് ഞാൻ പറഞ്ഞതിനാണോ? അതന്ന് കഴിഞ്ഞില്ലേ? ഇപ്പോഴും മനസ്സിൽ വെച്ച് നടക്കുകയാണോ? ഞാനൊക്കെ വിട്ടില്ലേ? നിനക്ക് വേണ്ടി ഞാൻ എല്ലാം കളഞ്ഞു. പിന്നെ നീ അതല്ല, വേറെന്തോ ഉണ്ട്. ഞാനൊന്ന് പുറത്തു പോവാം. ഏതു ഒന്ന് നിൽക്കുക, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. വന്നിട്ട് സംസാരിക്കാം. ഏത് ആ കോലത്തിലോ? നേരെ നിവർന്ന് നിൽക്കാൻ നിനക്ക് പറ്റാറുണ്ടോ? അപ്പം ഞാൻ എന്തു പറയാനാ? എന്താ നിനക്ക് വേണ്ടേ? എനിക്കറിയണം. എന്തിനാ എന്നോട് ഇത്ര അകൽച്ച? എന്തിനാ ഇങ്ങനെ ഡെയിലി കുടിച്ചിട്ട് വരുന്നത്? അതെൻ്റെ ഇഷ്ടം, നീ അറിയേണ്ട ആവശ്യമില്ല. എനിക്കറിയണം. എന്നാ കേട്ടോ, ദാറ്റ്സ് മൈ പേഴ്സണൽ. അതെന്താണെന്നാ ഞാൻ ചോദിക്കുന്നത്? അതൊന്നും നിന്നോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. നീ ആരാ? നീ എൻ്റെ ആരുമല്ല. അവൻ ദേഷ്യത്തിൽ അവിടുന്ന് ഇറങ്ങിപ്പോയി. ഏതോ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. റയാനെ അത് കൂടുതൽ വിഷമിപ്പിച്ചു. അവനെന്താ പറ്റി പെട്ടെന്ന് ഇങ്ങനെയൊക്കെ? അന്ന് ഏതോ പതിവിൽ കൂടുതൽ കുടിച്ചിട്ടുണ്ടായിരുന്നു. ജിമിനെ. നീയോ? എവിടെടാ എൻ്റെ ജിമിൻ? എനിക്ക് എൻ്റെ ജിമിനെ ഇപ്പോൾ കാണണം. ജിമിനെ വാ, ഞാൻ റൂമിലാക്കാം. നീയോ? നീ എന്നെ തൊടണ്ട. നിനക്കെന്നെ തൊടാനും ഒരവകാശമില്ല. വിടടാ എന്നെ. മോനെ ജിമിനെ, നീ എവിടെയാടാ? എന്നിട്ടിട്ട് എവിടെയാടാ പോയത്? ഡോഡാ ചക്ക, നിന്നോടല്ലേ പറഞ്ഞ് എന്നെ വീട്ട്. നിൻ്റെ റയാനും അല്ലേ വിളിക്കുന്നത്? വാ. എൻ്റെ റയാനോ? അവൻ എൻ്റെ റയാൻ ഇങ്ങനെ അല്ല. അവനെ ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറൊരാൾ. അവനാണെങ്കിൽ എന്നെ കഴിഞ്ഞിട്ട് വേറൊരാളുള്ളൂ എന്ന് ഞാൻ വിശ്വസിച്ചു. ബട്ട് അതെൻ്റെ വേറെ തോന്നലേ മാത്രമായിരുന്നു. അവൻ വേറെ ആരുടെയോ ആണ്, എൻ്റെ അല്ല. അവൻ എൻ്റെ അല്ല.
എൻ്റെ റയാനു മരിച്ചു. എനിക്ക് പാലുമില്ല, ഞാൻ മാത്രം. ഉണ്ട് എൻ്റെ ജമീൻ, എൻ്റെ ജമീന് മാത്രം തന്നെ വേണ്ട. അവൻ എവിടെയാണ്? വിളിക്കാമെന്ന് എനിക്ക് എപ്പോൾ കാണണം. ജമിനി മോനെ, ചേട്ടൻ വന്നടാ. റയാൻ അവനെ ബെഡിൽ കിടത്തി. കുറച്ചു നേരം അവൻ്റെ അരികിലായി അവനിരുന്നു. പിന്നെ ഇതിൽ നീ പറഞ്ഞതൊക്കെ എന്തൊക്കെയാ? എന്താ ചെയ്തു ഇത്? അപ്പോൾ ഇതൊക്കെ വെറും കള്ളമെന്ന് ഞാൻ വിശ്വസിക്കണം? അവനെന്താ പറ്റിയേ? എന്തിനെന്നോട്? അന്ന് അവൻ അവൻ്റെ റൂമിൽ എന്നോട് കയറരുതെന്ന് പറഞ്ഞു. അതെന്താണെന്ന് എനിക്കൊന്നും അറിയണം. ഇതേത് ഈ ഡയറി? ഞങ്ങളുടെ ഡിഗ്രി കഴിഞ്ഞതോടെ ഞങ്ങളെല്ലാവരും വേറെ വഴിക്കായി. ആദ്യമൊക്കെ ഞാനും അവനും കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. പിന്നീട് അത് നിലച്ചു. ഞാൻ വലിയൊരാളായി. ഞാൻ പോലും വിചാരിച്ചില്ല എനിക്ക് മ്യൂസിക്കിൻ്റെ ഫീൽഡിൽ വരാൻ പറ്റുന്നു. അങ്ങനെ ദിവസങ്ങൾ പോയി. ബട്ട് അവനെന്നെ മെസ്സേജ് അയക്കാറില്ല, വിളിക്കാറില്ല. ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഫീലിംഗ്, ഞാൻ എന്തിനിങ്ങനെ ഫീൽ അടിക്കുന്നത്, കുഴപ്പമില്ല, അവനും അവൻ്റേതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങനെ വിചാരിച്ചു. പക്ഷെ പിന്നീട് എന്നെ അത് വല്ലാണ്ട് അലട്ടാൻ തുടങ്ങി. അവൻ്റെ സൗണ്ട് പോലും ഞാൻ കേൾക്കാണ്ടായി. എന്തോ എന്നെ അത് വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിലും ഇങ്ങനെ ഉണ്ടാവുമല്ലോ, അതാണെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നീട് അങ്ങോട്ട് അതല്ലാന്ന് മനസ്സിലായത് ആ നിമിഷത്തിലാണ്. അവളെന്നെ വന്ന് പ്രപ്പോസ് ചെയ്തപ്പോൾ ശരിയാ, ഞാൻ എസ് പറഞ്ഞു, ഞങ്ങളെടുത്തു. പക്ഷെ ഒന്നും എനിക്ക് അവളോടൊന്നും തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥ. എൻ്റെ വിഷമങ്ങളും കാര്യങ്ങളൊന്നും അവളോട് പറയാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ. അപ്പോഴാണ് അവനെ ഞാൻ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ എവിടേക്കോ ഉണ്ടായിരുന്ന ബുക്കൊക്കെ വായിച്ച് നോക്കിയപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ടെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ മനസ്സിലായി ഞാൻ സ്ട്രെയിറ്റ് അല്ല. പരമാവധി ഞാൻ എൻ്റെ ഫീലിങ്സിനെ കൺട്രോൾ ചെയ്യാൻ നോക്കി. ജസ്റ്റ് ഒരു അഫെക്ഷൻ ആയിരിക്കാമെന്ന് വിചാരിച്ച് ഞാനത് കൺട്രോൾ ചെയ്തു. പിന്നീട് അതെന്നെ വല്ലാണ്ട് ബാധിക്കാൻ തുടങ്ങി. പക്ഷെ ഞാൻ അപ്പോഴും നോക്കിയത് ഫാമിലി, സ്റ്റാറ്റസ്, സൊസൈറ്റി, ഇവരൊക്കെയായിരുന്നു ഞാൻ കൺസിഡർ ചെയ്തത്. അപ്പോഴും എൻ്റെ ഫീലിങ്സ് ഞാൻ അടക്കി വെച്ചു. അതിന് ഞാനൊരു വിലയും കൊടുത്തില്ല. പരമാവധി ഞാൻ അവനെ മറക്കാൻ വേണ്ടി, ശരിയാ ജിമ്മൻ പറയുന്ന പോലെ ഡെയിലി കുടിക്കാൻ തുടങ്ങി. കുടിച്ച് ഫീലിങ്സ് മറക്കാൻ വേണ്ടി പല പെൺപിള്ളേരോട് പോയി. പക്ഷെ അപ്പോഴും എനിക്ക് അവരുമായിട്ടൊന്നിനും പറ്റിയില്ല. ഫുൾ അവൻ്റെ ഓർമ്മകളായിരുന്നു. അപ്പോഴായിരുന്നു ഞാൻ അവൻ്റെ ഓരോ ടച്ചിലും ഇത്ര ഫീൽ ഉണ്ടായിരുന്നു എന്ന് ആലോചിക്കാൻ തുടങ്ങിയത്. പരമാവധി അവൻ എന്നെ നിന്ന് കളയാൻ വേണ്ടി ഞാൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി, ഭ്രാന്തമായി പലതും അവനെ മറക്കാൻ വേണ്ടി. പക്ഷെ അതെന്നെ കൊണ്ട് സാധിക്കില്ല എന്നൊരു നിമിഷത്തെ മനസ്സിലാക്കി. പക്ഷെ ഞാൻ സൊസൈറ്റീനെ പിടിച്ചു, എൻ്റെ വീട്ടുകാരെ പിടിച്ചു. അപ്പോഴും ഞാൻ എന്നെ കൺസിഡർ ചെയ്തില്ല. അവൻ്റെ ഫീലിങ്സിനെ ഞാൻ തള്ളി പറഞ്ഞപ്പോഴും അതൊക്കെ വെറുതെ ആയിരുന്നു എന്ന് ഞാൻ ആലോചിച്ചു. പോകെ എനിക്കൊന്നിനും പറ്റാതെ മുഴുകുടിയനായി. എല്ലാവരുടെ മുന്നിലും അറിയപ്പെടുന്ന ഒരാളായിരുന്നില്ല എൻ്റെ ഉൾബോധത്തിൽ. ജിമ്മിന് മാത്രമേ എന്നെ അറിയുന്നുള്ളൂ. അവൻ്റെ മുന്നിലാണെങ്കിൽ ഞാൻ പെണ്ണുകുടിയനും കുടിയനുമായി. പിന്നീട് എനിക്ക് മനസ്സിലായി ഞാൻ എൻ്റെ ലൈഫിനെയാണ് സേഫ് ആക്കേണ്ടതെന്ന്. എനിക്ക് സന്തോഷം കിട്ടുന്ന എവിടെയോ അവിടെയാണ് ഞാൻ പോകേണ്ടത്. ഞാൻ അവനെ തിരഞ്ഞു പോയി, അവനെ കാണാനായി പോയി. എന്നാ ഞാൻ പക്ഷെ കണ്ടത് ഇനിയില്ല,
ഇനി ഈ ഡയറി വേണ്ട, അവൻ്റെ ഓർമ്മകളും എനിക്ക് വേണ്ട. അന്ന് തുടങ്ങി വീണ്ടും കുടിക്കും. എന്തിനാ ഒരു ലൈഫ്? എന്തായാലും എനിക്ക് മറ്റൊരാളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല. അപ്പം അതിങ്ങനെ അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോഴും ഞാൻ ജീവിക്കുന്നു ആർക്കാണ്ട് വേണ്ടി, എന്തിനോ വേണ്ടി. എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്, പക്ഷെ എൻ്റെ വികാരങ്ങളെയോ എൻ്റെ വിഷമങ്ങളെയോ അല്ല, ഓൺലി എൻ്റെ മ്യൂസിക്കിന് മാത്രം. അവർക്ക് വേണ്ടിയെങ്കിലും ഞാൻ ജീവിക്കാമെന്ന് വെച്ചു. അതിനുവേണ്ടി ഇങ്ങനെയും ജീവിക്കും, ഭൂമിക്ക് ഭാരമായിട്ട്. എന്തെങ്കിലും ജിമ്മിന് എന്നെ തള്ളി പറയൂ? അറിയില്ല. പറയുകയാണെങ്കിൽ അന്നും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. പിന്നെ എവിടെ പോകുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ലൈഫ് ഇവിടെ തീരും. അങ്ങനെ പോട്ടെ. അപ്പം അവനെന്നെ ഇഷ്ടമായിരുന്നു. എന്ത് കണ്ടു എന്ന് അവനീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. നീ വരണം കേട്ടോ. ഡാ, പ്രശ്നമാവും. ഇല്ല, നീ വരണം. വായോ, അവനെയും കൂട്ടിക്കോ. നീ വരണം. ഓക്കെ. ഇതെന്താടാ രാവിലെ തന്നെ? രാവിലെ നിനക്ക് ബോധം ഉണ്ടാവുള്ളൂ എന്ന് എനിക്കറിയാം, അതാ ഇപ്പോൾ വിളിച്ചത്. നീ വിളിച്ച കാര്യം പറ. ഞാനും അർജുനും നാളെ വരുന്നുണ്ട്. അവൻ്റെ വൈഫും ഉണ്ടാവും. അർജുനോ? ആടാ. എപ്പോഴാണ് വരിക? രാവിലെ വരൂടാ. നീയും റയാനും പോകരുത് നാളെ ഡ്യൂട്ടിക്ക്. ഒന്ന് കൂടണ്ടേ നമുക്ക്? ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. ആടാ, ഓക്കെ. പിന്നെ യുവഞ്ചിയും കൊച്ചും ഉണ്ടാവും കേട്ടോ. അവരും ഉണ്ടോ? ആടാ, ശരി. അപ്പം ഇന്ന് അവർ വരുന്നതുകൊണ്ട് രണ്ടുപേരും ജോലിക്ക് പോയില്ല. അവർ മുഴുവൻ ക്ലീനിങ് ആയിരുന്നു. റയാൻ പോയി വാതിൽ തുറന്നു. ആഹാ, ആരത്? ഡി കുട്ടിപ്പിശാച്, കയറി വാ എല്ലാവരും. ആഹാ, യൂഞ്ചി നീയും ഉണ്ടോ? പിന്നല്ല. റിച്ചൂസേ ഇന്ന് വന്നേ. ചേട്ടാൻ്റെ അടുത്തേക്കോ? ഡാ റയാനെ, നിനക്ക് സുഖമില്ലടാ? ആടാ, കയറി വാ. അളിയാ, എത്ര നാളായിടെ കണ്ടിട്ട്. എൻ്റെ പൊന്നളിയാ, നീ പണ്ടത്തെ പോലെ തന്നെ ഉണ്ടല്ലോ, ഒരു മാറ്റമില്ല. നീ ആകെ കോലം കെട്ടല്ലോടാ. എന്താടാ ഇതൊക്കെ? ഞാനൊക്കെ അറിയുന്നുണ്ട് കേട്ടോ. നിനക്ക് വെച്ചിട്ടുണ്ട് ഞാൻ. നീ അതൊക്കെ വിട്. യൂഞ്ചി കൊച്ചേ, നീ എന്നോട് മിണ്ടണ്ട. ഓ, ആള് ഭയങ്കര പിണക്കത്തിലാണെന്ന് തോന്നുന്നു. നിനക്ക് ഞാൻ പറയുന്നൊന്നും ചെവി കയറില്ലല്ലോ. എൻ്റെ പൊന്നോ, വഴക്കുണ്ടാക്കാതെ കയറി വാ. ഡാ, ദേ ഇതാട്ടോ എൻ്റെ വൈഫ്. ഏതു അവനൊന്ന് തിരിഞ്ഞു നോക്കി. ആളെ കണ്ടതും അവനൊന്ന് ഞെട്ടി. അവൻ പെട്ടെന്ന് റയാനെ നോക്കി. അവൻ ഓൾറെഡി അവനെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. ഹായ്, ഞാൻ ടെസ. ഞാൻ ഇയാളുടെ ബിഗ് ഫാനാണ് കേട്ടോ. താങ്ക് യു. ഡി ടെസ കൊച്ചെ, നീ കൊച്ചിനെ കൊണ്ടുവന്നല്ലേ? ഇല്ലടാ, അവർ അമ്മച്ചിയുടെ കൂടെയാണ്. ഓക്കെ. ദേ വന്നേ, എല്ലാവരും ഇരിക്കും. ഞാൻ കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ എടുക്കാം. രണ്ടാളിവിടെ ഇരിക്കട്ടോ. ചേട്ടായി ജ്യൂസ് എടുക്കട്ടെ. ചക്ക, നീ ഇവിടെ ഇരിക്കും. ഇനി ഞങ്ങൾ പോവാം. എന്തായാലും ഞങ്ങൾ എത്തിയല്ലേ. എന്തങ്ങനെ ആയിക്കോട്ടെ. പിന്നീട് അവർ 4 പേരും അവരുടെ പഴയ കാര്യങ്ങളും എല്ലാം ആയി. കുറേ നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞു. ഡാ, ഞാനിപ്പോൾ വരാം. അവൻ റൂമിലേക്ക് പോയി. അവനെന്തോ തിരയാൻ തുടങ്ങി. കുറേ നേരം തിരഞ്ഞു. ഞാൻ ഇവിടെയാണല്ലോ വെച്ചേ. ഇത് ഇവിടെ പോയി. പെട്ടെന്നൊരാൾ, ഇതാണോ? അവനൊരു നിമിഷം ഒന്നും പറയാൻ പറ്റാതെ നിന്നു. ഇത് യദു എന്തെങ്കിലും പറയാൻ വരുന്നതിന് മുമ്പേ അറിയാൻ അവിടെ നിന്ന് ഇറങ്ങിയിരുന്നു.
പിന്നെ ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അന്നെല്ലാവരും അടിച്ചു പൊളിച്ചു. ഒരാഴ്ച അങ്ങനെ വേഗം കടന്നുപോയി. ഇത്രയും നാൾ ഇത് കുടിച്ചിരുന്നില്ല. വീട്ടിലെ ആൾക്കാരുള്ളതുകൊണ്ടും പിന്നെ അവന് റയാനോട് സംസാരിക്കണമായിരുന്നു. എന്നാൽ അവൻ പിടികൊടുത്തില്ല. ദിവസങ്ങളങ്ങനെ കടന്നുപോയി. ഡാ അർജുനെ, ആടാ പറ. അത് നിങ്ങളുടെ മാരേജ് എങ്ങനെയായിരുന്നു? ആ, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ, അതൊരു സ്റ്റോറിയാണ്. നമ്മുടെ റയാനില്ലേ, ആ അവൻ്റെ കസിനാണ് തെസ. അപ്പോൾ ഞാനും തെസയും റിലേഷനിലായിരുന്നു നമ്മുടെ കോളേജിൽ വെച്ച് തന്നെ. ബട്ട് ഞങ്ങളാരും നിങ്ങളോട് പറയാനിട്ടല്ല, പറയണമെന്ന് വെച്ചതാ. അന്ന് വലിയ സീരിയസ് ഒന്നുമില്ലായിരുന്നു. അതാ പിന്നെ ഞാൻ വലിയ കാര്യമാക്കാൻ. ആ, അതൊരു വട്ടം റയാനോ പോലും അറിയില്ലായിരുന്നു. ഞങ്ങൾ കോളേജ് വരുന്നതിന് മുമ്പ് പരിചയപ്പെട്ടതാണ്. ഒരേ സ്കൂളിലായിരുന്നു. അങ്ങനെ ഞങ്ങൾക്കറിയാം പരസ്പരം. അങ്ങനെ ഇഷ്ടത്തിലായി. എന്നിട്ട് ഒരു ദിവസം അവളുടെ കല്യാണം ഉറപ്പിച്ചു. അന്നെനിക്ക് ചെയ്യാൻ, ബിക്കോസ് അവൾ സൊസൈറ്റി നമുക്കറിയാമല്ലോ, ഞങ്ങൾ രണ്ടുപേരും വേറെ വേറെ ജാതിക്കാരായിരുന്നല്ലോ. സോ ഇത് നടക്കില്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഉറപ്പായിരുന്നു. ആ ടൈമിലാണ് റയാൻ്റെ കല്യാണം ഉറപ്പിക്കുന്നത്. അവൻ എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല, പരമാവധി അവന് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ആ സമയത്ത് ഇവൾക്ക് ഇഷ്ടമുള്ള കാര്യം അത് ഞാനാന്നൊക്കെ അറിയുന്നത്. അർജുനാന്ന് കേട്ടപ്പോൾ അവൻ ആദ്യം ഒന്ന് ഞെട്ടിയായിരുന്നു. എന്നിട്ട് ഞാൻ സംസാരിച്ചു അവനോട്, എങ്ങനെയെങ്കിലും ഇതൊന്നും ഒഴിവാക്കി തരണം. അങ്ങനെ എൻഗേജ്മെൻറ്റിന് വേണ്ടി ജസ്റ്റ് ഒന്ന് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ തമ്മിലുള്ള എൻഗേജ്മെൻറ്റ് കഴിച്ചു. അതിനുശേഷം ഞാൻ അവളെ വിളിച്ചിറക്കുകയും ചെയ്ത് നാട്ടുകാരെയും വീട്ടുകാരൊക്കെ ഉറപ്പിച്ചു. പിന്നെ അവനെ അന്ന് കൂട്ടുനിന്ന്, അല്ലെങ്കിൽ ഞാൻ പെട്ടുപോയത്. ഇപ്പം ശരിയായി. പപ്പയ്ക്ക് ചെറിയൊരു വിഷമമുണ്ട്, ബട്ട് മമ്മയൊക്കെ ഓക്കെ. ഓ, എല്ലാവരും വിളിക്കണമെന്നുണ്ടായിരുന്നു, ബട്ട് ഒന്നും നടന്നില്ല, പെട്ടെന്നായിരുന്നു. ഓക്കെ. ഡാജിമിനെ, ഞങ്ങൾ എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജ് ഉണ്ട് ഇവിടെ, സോ ഒന്ന് പോകണമായിരുന്നു. ഇന്നവിടെ നിന്നിട്ട് നാട്ടിൽ ചെല്ലാനാണ് പ്ലാൻ. ഇത്ര പെട്ടെന്നോ? പോണംടാ, കുറേ പെൻഡിങ്ങാണ്. ഈ വന്നിട്ട് എത്ര നാളല്ലായുള്ളൂ. അത് കൊച്ചു അവിടെ ഒറ്റയ്ക്ക്, അതുമല്ല പോകണം. പിന്നെ വർക്ക് പെൻഡിങ്ങാണ്. ഇവളാണെങ്കിൽ 1 മന്ത് ലീവാണ് പറഞ്ഞിട്ട് വന്നത്. ഇതിപ്പോൾ കുറേ നാളായില്ലേ. കൊച്ചേ വന്നല്ലേ ഉള്ളൂ, ഇനിയിപ്പോൾ നേരത്തെ പോകണം. അത് ശരിയാവില്ലടാ, അതാ. എന്നാൽ പിന്നെ ഓക്കെ. വണ്ടി എപ്പോഴാ? ഇന്ന് ഈവനിങ്ങാണ്. ശരി, എന്നാൽ പിന്നെ ചെല്ലാൻ നോക്ക്, വേറെ വഴിയില്ലല്ലോ. അങ്ങനെ എല്ലാവരും കൂടി അവരെ യാത്രയ്ക്ക്. ഡാ ഏതു, നീ എങ്ങോട്ടാ? എനിക്ക് കുറച്ച് വർക്കുണ്ട്, നിങ്ങൾ ചെന്നേരെ. ആടാ, നേരത്തെ കാലത്തും വീട്ടിൽ കയറണം. ഓ ശരി. ഇവനിന്നെന്ത് ഇത്ര വൈകണേ? നേരത്തെ വരണമെന്ന് പറഞ്ഞിട്ട്. പിള്ളേർ ഉറങ്ങി. ഓ, അവർ കിടന്നു. എന്നാൽ നീയും ചെന്നേരെ. അവൻ വന്നോളൂ, നീ കിടന്നു. ശരി, അപ്പോൾ റയാനെ, ഞാൻ കിടക്കാൻ പോകണേ. റയാനു, നീയും വേണമെങ്കിൽ കിടന്നു. ഇല്ലടാ, പ്രശ്നമില്ല, നീ ചെന്നോ. അപ്പോൾ അവൻ വന്നാൽ ഞാൻ കയറ്റിക്കോളാം, കുഴപ്പമില്ല. ഓക്കെ ആണല്ലോ? ആടാ ശരി, എനിക്ക് കുറച്ച് പെൻഡിങ് വർക്കുണ്ട്, അതൊന്ന് ചെയ്ത് തീർക്കട്ടെ. ആടാ ശരിയാണ്. റയാനും അങ്ങനെ കുറേ നേരം ഫോണൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും. അവൻ വന്ന് വാതിൽ തുറന്നു. ഇന്ന് യദു പതിവിലും കൂടുതൽ കുടിച്ചിട്ടുണ്ടായിരുന്നു. യദു, നീ കുടിച്ചോ? ഞാൻ കുടിക്കും. അതിന് നിന്നോട് വയ്ക്കണം, മാറിക്കട. വാ, ഞാൻ റൂമിലേക്കൊക്കെ. എന്തിന്? ജിമിന അവിടെ, അവനെ വിളിക്ക്. ജിമിന, പതുക്കെ മിട്ടടുക്ക്, ഇവിടെ പിള്ളേരൊക്കെ ഉള്ളതാണ്. അതിന് യദു കളിക്കല്ലേ, വാ. ഓ, ഇനി ഞാൻ കാരണം ആദ്യം ഉറക്കം പോകണം.
അല്ലെങ്കിലും ഞാനാണല്ലോ എല്ലാത്തിനും കാരണം. അവൻ ഒന്നും മിണ്ടാതെ അവനെ റൂമിലേക്കാക്കി. തിരിഞ്ഞ് നടക്കാൻ നേരം എനിക്ക് കുറച്ച് സംസാരിക്കണം, എനിക്ക് ടൈമില്ല. പ്ലീസ്, നിന്നോട് ഇതും പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ കുറച്ച് നാൾ നടന്നത്. എന്നെ കൊണ്ട് പറ്റില്ല. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. എന്ത് ഞാൻ മനസ്സിലാക്കണമെന്നോ നീ കാണിക്കുന്നൊക്കെയാണ്? പ്ലീസ് ഒന്ന് 5 മിനിറ്റ് എനിക്ക് വേണ്ടി. എന്താ നിനക്ക് പറയാനുള്ളത്? നീ ആ ഡയറി വായിച്ചു? അത് വായിച്ചപ്പോഴാണല്ലോ എനിക്കെല്ലാം മനസ്സിലായത്. ഞാൻ ഇനിയൊന്നും പറയണ്ട. പ്ലീസ്, എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യില്ല. എനിക്ക് പറ്റുന്നില്ല. ആണല്ലേ, ഞാൻ എത്ര ഉള്ളിക്കൊണ്ട് നടന്നതെന്ന് എനിക്ക് നല്ലത് അറിയും. നെഞ്ചൊരുക്കിയ മനുഷ്യനോട് ജീവിക്കുന്നത് അത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്നോട് ക്ഷമിക്കുമെന്ന് പോലും പറയാൻ എനിക്ക് അർഹതയില്ലെന്നറിയാം. എനിക്ക് പേടിയായിരുന്നു. സൊസൈറ്റി, ഫാമിലി, ശരിയാ, നീ അവരെയൊക്കെ കൺസിഡർ ചെയ്തു, നിൻ്റെ ഫീലിങ്സിന് അടച്ചു വെച്ചു. ഞാനും അങ്ങനെ ചെയ്തിരുന്നെങ്കിലും നീ ഒരു നിമിഷത്തിൽ വിചാരിച്ചു ഞാൻ അവളെ കെട്ടും അല്ലേ? അവളെ എന്ന് പോയിട്ട് ഒരാളെ നിനക്ക് ശേഷം എൻ്റെ മനസ്സിൽ കൊണ്ടുപോയി നടക്കാൻ എനിക്ക് പറ്റിയില്ല. ആദ്യമായിട്ട് അവസാനമായിട്ട് ഒരു ഇഷ്ടം ഉണ്ടായത് നിന്നെ. അത് എത്ര ശ്രമിച്ചാലും എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല. നിനക്കതൊന്നും പറഞ്ഞ് മനസ്സിലാവില്ല. എന്നെ ഇനിയും ഇങ്ങനെ ക്രൂശിക്കരുത് പ്ലീസ്. എനിക്ക് മനസ്സിലാക്കാൻ കുറച്ച് ടൈം വേണ്ടി വന്നു. അപ്പോഴേക്കും നീ എന്തൊക്കെ കണ്ട് നീ തിരിച്ചു പോയി. അത്രേ ഉള്ളൂ അല്ലേ? പ്ലീസ് റയാനും അല്ല റയാൻ, ഞാൻ നിനക്ക് ആരും അല്ലല്ലോ. പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്. വേണ്ട, നമ്മൾ സെറ്റാവില്ല. നമ്മളൊരിക്കലും സെറ്റാവില്ല. പ്ലീസ് പോകരുത്. ഞാനൊന്നും എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. നീയാണ് എന്നിൽ നിന്ന് അകന്ന്. നിനക്ക് പറ്റിയ ആൾക്കാർ വേറെ ഉണ്ടാവും, അവരെ കിട്ടും. എന്നെ നിനക്ക് ചേരില്ല. എന്നിങ്ങനെ വിഷമിപ്പിക്കല്ലേ അറിയാനും. ശരിയാ, നീ പറഞ്ഞാൽ ശരിയാ, എൻ്റെ ഭാഗത്ത് തന്നെ തെറ്റ്. അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ അടക്കി വെക്കുമായിരുന്നു. ബിക്കോസ് എനിക്കറിയാം എനിക്ക് നിന്നോടൊരു ഫീലിങ്സ് ഉണ്ട്. അത് പുറം ലോകം അറിഞ്ഞാൽ അപ്പോഴും നീ അവിടെ കൺസിഡർ ചെയ്തത് മറ്റുള്ളവർ, നാട്ടുകാർ, സൊസൈറ്റി. പിന്നെ എനിക്കവിടെ എന്താ വിലയുള്ളത്? ഇപ്പം എനിക്കതിനൊന്നും ഒരു പ്രശ്നമില്ല. എനിക്ക് നീ മാത്രം മതി. പ്ലീസ്, ഇനിയെങ്കിലും വേണ്ട ചെയ്തു. അത് വേണ്ട. നമുക്ക് രണ്ടുപേർക്ക് നല്ലതല്ല. എനിക്ക് എൻ്റെ വഴി, നിനക്ക് നിൻ്റെ വഴി. അത് നമുക്ക് രണ്ടുപേർക്കും പറഞ്ഞിട്ടുള്ളൂ. ഇല്ലാതെ എനിക്ക് പറ്റില്ല. പ്ലീസ് എന്നെ വിട്ടു പോകരുത്. എനിക്ക് നിന്നെ വേണം. ഇനിയെങ്കിലും എനിക്ക് സമാധാനത്തോടെ ജീവിക്കണം. മറ്റുള്ളവരും എൻ്റെ അഭിനയിച്ച് ഞാൻ ഉരുക്കി ജീവിക്കാൻ എനിക്കിത് പറ്റില്ല. എന്നെ എനിക്ക് വേണം. പ്ലീസ് കർത്താവേ, എന്നിങ്ങനെ നിന്നിലേക്ക് അടുപ്പിക്കരുത്. ഞാൻ എന്ത് വിശ്വസിക്കാം? ഇനി ഒരിക്കലും ഉണ്ടാവില്ല. ഒരിക്കലും നീ ഇല്ലാതെ മറ്റൊരാളെൻ്റെ ലൈഫിൽ ഉണ്ടാവില്ല. ഉറപ്പാണ്. ഐ ലവ് യു റയാനു. പ്ലീസ് എന്നെ മനസ്സിലാക്കുക. ഇനിയെങ്കിലും നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ? വയ്യ ഈ നശിച്ച ലോകത്ത് ഒറ്റപ്പെട്ട് ജീവിക്കാൻ, മറ്റുള്ളവർക്ക് ഭാരമായി ജീവിക്കാൻ. കൂടെ ഉണ്ടാവും ഇനിയെന്നും. നീ അല്ലാതെ എൻ്റെ ലൈഫിൽ പിന്നെ ഒരാളില്ല. അപ്പോൾ സൊസൈറ്റി, ഫാമിലിയൊക്കെ ആരെയും ഞാൻ കൺസിഡർ ചെയ്യില്ല. നീ മാത്രം. നീ എൻ്റെ കൂടെ ലൈഫിൽ ഇനി എന്നുണ്ടെങ്കിൽ ഞാൻ ഹാപ്പി ആയിരിക്കും. ഉണ്ടാവും.
എനിക്കും ജീവിക്കണം, നിൻ്റേത് മാത്രമായിട്ട്, ഇനെന്നും forever. I love you. I love you, Yadu. I love you more. Ryan, can I? ഇനിയൊരു ചോദ്യം വേണ്ട, നമ്മളുടെ ചോദ്യങ്ങളിൽ संसार का प्यार मैंने तुझी में पाया, तू मिले दिल खिले और जीने को क्या चाहिए, तू मिले दिल खिले और जीने को क्या चाहिए, ना हो तू उदास तेरे पास पास मैं रहूंगा जिंदगी भर, ना हो तू उदास तेरे पास पास मैं रहूंगा जिंदगी भर, सारे संसार का प्यार मैंने तुझे में पाया, तू मिले दिल खिले और जीने को क्या चाहिए, तू मिले दिल खिले और जीने को क्या चाहिए. റയാനും നേരത്തെ എഴുന്നേറ്റു. അവൻ്റെ മുന്നിൽ കിടക്കുന്ന ആൾ ഒന്ന് ശ്രദ്ധിച്ചു. ഇത് സത്യമാണോ? എനിക്കെൻ്റെ യദുവിനെ കിട്ടിയോ? സ്വപ്നമൊന്നല്ലല്ലോ ദൈവമേ, സ്വപ്നമല്ല. നീ എഴുന്നേറ്റോ? നീ എന്നെ നോക്കുന്നത് തൊട്ട് ഞാൻ എഴുന്നേറ്റിരിക്കും. ശരി, എന്നാണോ? എന്തിന്? ഓടാ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ജിമ്മിനെങ്ങാനും വന്ന സീനാവും. പോകാൻ വരട്ടെ. രാവിലെ എഴുന്നേറ്റ ചില ചടങ്ങുകളുണ്ട്, താങ്കൾക്കറിയില്ലേ? എന്താണാവോ? അല്ല, അതിനിങ്ങനെ മോർണിംഗ് കിസ് എന്നൊക്കെയാണ് പറയാറ്. നിങ്ങളുടെ അവിടെ അങ്ങനെയല്ലേ? ഞങ്ങളുടെ അവിടെ അങ്ങനെയല്ല. ഒരെണ്ണം പോടാ കേട്ടത് നടക്കില്ല. ഏതോ ഡാ തുറന്നേ. അയ്യോ ജിമ്മി വിട്ട് ഞാൻ പോട്ടെ. ജിമ്മിനെ അങ്ങനെ അറിഞ്ഞാൽ സീനാവും. എന്ത് സീനാവാൻ? നമ്മളിപ്പോൾ റിലേഷനല്ലേ, അതവനും കൂടി അറിയട്ടെ. ഒന്ന് പോയേ. നീ അവിടെ ഇരുന്നേ. എടാ കയറി വാ. എടാ എന്തു? അല്ല മോനറിയാനേ, നീ എന്താ ഇവിടെ? അത് പിന്നെ ഞാൻ ഇന്നലെ ഇവനെ കൊണ്ടാക്കാൻ വേണ്ടി അതിന് നിൻ്റെ കുഞ്ഞും പറ്റും. എന്നിട്ട് ഞാൻ അറിഞ്ഞല്ലോ. ഞാനും ഇവനൊരു റിലേഷനില്ല. ഓഹോ, അതൊക്കെ സംഭവിച്ചു. അതൊക്കെ സംഭവിച്ചു. നിനക്കെന്താ ഞെട്ടലൊന്നും ഇല്ലാത്ത? എന്തിനാ ചേട്ടാ? എനിക്കെന്താ ഭ്രാന്ത്? ആ ഡയറി അവിടെ വെച്ചാൽ ഞാനാ. അല്ലാണ്ട് പിന്നെ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി നടക്കുമെന്ന് വിചാരിച്ചു. പൊന്നുമോൻ അന്ന് ഡയറി എടുത്ത് എഴുതുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് അതൊന്നറിയാൻ വേണ്ടി അന്യൻ്റെ മുതൽ ആഗ്രഹിക്കാൻ പാടില്ല എന്നറിയാം. ബട്ട് നിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നതെന്ന് എനിക്കറിയണമല്ലോ. സോ ഞാനതെടുത്ത് വായിച്ചു. അപ്പം ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. നീ അന്ന് കളഞ്ഞപ്പോൾ ഞാനത് എടുത്ത് വെച്ചു. അപ്പം ഇതിൻ്റെ മാസ്റ്റർ ബുദ്ധി താങ്കളായിരുന്നു? പിന്നല്ല. എന്താണാവും താങ്കൾ പറയാൻ വന്നത്? ഞാനെന്താ പറയുന്നത്? ഞാനും യുഞ്ചി നാട്ടിലേക്ക് പോകാം. അത് പെട്ടെന്ന്? അത് പിന്നെ ചിരിക്കുന്നു. യുഞ്ചിക്ക് ഉമ്മ അതന്നെടാ. നിനക്കിത് തന്നെയാണോടാ പണി? ഓ പിന്നെ കുറേ നാളായില്ലേ കണ്ടിട്ട്. അത് മനസ്സിലായി, കുറേ നാളായി കണ്ടിട്ട്.
ഞങ്ങളിപ്പോൾ നാട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ വിളിച്ചായിരുന്നു, അവളുടെ അച്ഛനമ്മയ്ക്കും കാണണം. ശരി എന്നാൽ രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങോട്ടോ. ഓ ഓ നിങ്ങൾക്കിനി സൗകര്യമായല്ലേ. ഒന്നിറങ്ങപ്പെടാൻ മാറി. ഓഹ് ഞാനിനി കട്ടുറുമ്പാവുന്നില്ല. റയാനും ഒന്ന് സൂക്ഷിച്ചോട്ടാ, നിൻ്റെ മുന്നിൽ ഒരു പുലിയാണ് ഇരിക്കുന്നത്. ഒരു കെട്ടുക സൂക്ഷിച്ചോ. അയ്യേ ആഹാ എന്താന്നാണ് മകനെ തരാന്ന് പറഞ്ഞ സാധനം എന്താ? അത് ഞാനിപ്പോഴാണ് തരാന്ന് പറഞ്ഞേ. നീ ഇവിടുന്ന് തന്നിട്ടേ പോവുള്ളൂ. നീ വാങ്ങിച്ചിട്ടേ ഇവിടുന്ന് ഇറങ്ങുള്ളൂ. ഓ നേരത്ത് ആരാണാകും? തോന്നി ഈ പന്നി തന്നെ ആയിരിക്കും. ഹലോ ഡാ ചേട്ടായി, ഞാൻ നിൻ്റെ കോളേജിൽ ചെന്നു കേട്ടോ. സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് കോളേജ്. ഓ നീ അവിടെ എത്തിയോ? എങ്ങനെയുണ്ട്? പിന്നെ പൊളി, പറഞ്ഞ പോലെ തന്നെ, അല്ലാണ്ട് പിന്നെ നമ്മുടെ കോളേജല്ലേ മോനെ, അങ്ങനെ വരത്തുള്ളൂ. എന്നിട്ട് പാർട്ട്ണർ എവിടെ? അവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നൊരു കാര്യം എന്നാന്നറിയോ, ആ ഗിറ്റാർ പ്ലെയർ ഇല്ലേ, ഏത് നിൻ്റെ ക്രഷ്, ആളിൻ്റെ കോളേജിൽ തന്നെയാണ്. നീ സീനിയറാ. സെറ്റ് മോനെ, ഇനി കാര്യങ്ങൾ എളുപ്പമായില്ലേ. പിന്നെ മെയിൻ കാര്യം എന്താണെന്നറിയോ, ഞങ്ങൾ രണ്ടുപേരും ഒരേ റൂമിലാണ്. അടിപൊളി സീന്. റൂം നമ്പർ ഏതാൻ കൂടി ചോദിക്കുക. ഞാൻ പറയട്ടെ, റൂം നമ്പർ 26. അപ്പോൾ പിള്ളേരെ പൊക്കോ, ഇന്നിവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. അവർ പോട്ടെ, നിങ്ങൾ കയ്യിൽ വിട്. ഇല്ല പിള്ളേർക്ക് നോക്കിയിരിക്കണോ? പിള്ളേരെ പോയേ, ഇനി ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ. ഇല്ല തരാമെന്ന് പറഞ്ഞ് തന്നിട്ട് പോയത്. പ്ലീസ് നടക്കില്ല. എന്തുവാ ഇതൊരു മാത്രം കളിക്കില്ലേ? വിട്ട്. ഇല്ല